മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകട്ടെ നമ്മുടെ ദീൻ. അതിനാണ് സുന്നത്ത് എന്ന് പറയുക. നബിചര്യ അത് പിൻപറ്റുക എന്നതാണ് വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ദീനാണെന്ന് പറയൽ, ദീനാണെന്ന് പറഞ്ഞ് ചെയ്യുക, ദീനാണെന്ന നിലക്ക് വിശ്വസിക്കുക നമുക്ക് പാടില്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ദീനിൽ പിന്നീട് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ പുത്തനാചാരം, അതിന് ദീനിൽ സ്ഥാനമില്ല. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു വിശ്വാസം നിനക്കുണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനായി അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാനായി നിനക്ക് ചെയ്യുക പാടില്ല. സഹോദരങ്ങളെ, കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുക എങ്ങനെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം. അള്ളാഹുവിനെ ആരാധിക്കുക എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ മാത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുക. പുത്തൻ വ്യാഖ്യാനങ്ങൾ, അവർക്കറിയാത്ത തെറ്റായ വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ടായിക്കൂടാ. അവരുടെ ദീനായിരിക്കണം നമ്മുടെ ദീൻ. അതാണ് ശുദ്ധമായ ദീൻ, അതാണ് പരിശുദ്ധമായ ദീൻ. അതുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ദീൻ പിൻപറ്റിയാലല്ലാതെ നമുക്ക് വിജയമില്ല, നമുക്ക് വിജയമില്ല. അതുകൊണ്ട് ഈ ദീൻ പിൻപറ്റുക, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവനെ കുറിച്ച് ചിന്തയില്ലാതെ തിന്മകളിലും വൃത്തികേടുകളിലും തോന്നിവാസങ്ങളിലും അകപ്പെട്ട് ജീവിക്കുക നമുക്ക് പാടില്ല. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടവരാണ്. അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരാണ്. അവൻ നമ്മെ ഏത് സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഏകിയത്. നമ്മുടെ തിന്മകൾ ആ അനുഗ്രഹങ്ങളെ നശിപ്പിച്ചു കളയും. ഈമാനാകുന്ന അനുഗ്രഹം ഒരുപക്ഷെ തിന്മകൾ കൊണ്ട് ഇല്ലാതായി പോയേക്കും. നിങ്ങൾ കാണുന്നില്ലേ രോഗികളായ ആളുകളെ, യുദ്ധങ്ങൾക്ക് നടുവിൽ കഴിയേണ്ടി വരുന്ന ആളുകളെ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ അവസ്ഥ നമുക്കും വന്നേനെ, രോഗങ്ങളും പ്രയാസങ്ങളും നമുക്കും ഉണ്ടായേനെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുക, അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ. അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഒരു ചെറിയ കുട്ടി, അതിന്റെ മുന്നിൽ വെച്ചൊരു വൃത്തികേട്, ഒരു തോന്നിവാസം ചെയ്യാൻ നമുക്ക് നാണമുണ്ടാകും. എന്താണ് ആ കുട്ടിയുടെ വില പോലും പാപികളായ ആളുകൾക്ക് റബ്ബിനെ കുറിച്ചില്ലാത്തത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതം അത് നന്നാക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്താണെന്ന് നോക്കുക. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ഇതാ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ, യുവതികൾ, അവരിൽ പലരുടെയും സ്ഥിതി എന്താണ്? തികഞ്ഞ അശ്രദ്ധയിൽ ജീവിക്കുകയാണ്. ഈ കയ്യിലുള്ള ഉപകരണത്തിൽ എല്ലാ വൃത്തികേടുകളും തോന്നിവാസങ്ങളും നഗ്നതകളും ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കഴിയുകയാണ്. സഹോദര, വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് ഈ ജീവിതം. നിന്റെ മരണം മുന്നിലെത്തിയാൽ, മൗത്തിന്റെ മലക്കിനെ നീ മുന്നിൽ കണ്ടാൽ, ഇങ്ങനെയാണ് നിന്റെ ജീവിതമെങ്കിൽ നീ ഖേദിച്ചു പോകും. പക്ഷെ അന്നൊരു തിരിച്ചുപോക്കിന് അവസരമുണ്ടാവുകയില്ല. ഇവിടെ അള്ളാഹുവിനെ അല്പകാലം നീ ഒന്ന് സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്നെ കാത്തിരിക്കുന്നത് അറ്റമില്ലാത്ത വിശാലമായ ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗമാണ്. അവിടെ അവസാനിക്കാത്ത ജീവിതമാണ്. അവിടെ കണ്ണീരില്ല, സങ്കടങ്ങളില്ല, രോഗമില്ല, വാർദ്ധക്യമില്ല. നിന്റെ യൗവനം അവിടെ നശിക്കുകയില്ല, നിന്റെ വസ്ത്രങ്ങൾ നുരമ്പിപ്പോവുകയില്ല. സന്തോഷം മാത്രം, സന്തോഷം മാത്രം. അവിടെ നിനക്ക് ഏറ്റവും നല്ല വിഭവങ്ങളുണ്ട്, പാനീയമുണ്ട്, ഇണകളുണ്ട്. അതിന്റെ എല്ലാം അപ്പുറം സഹോദര, നിന്റെ റബ്ബിനെ കാണുക എന്ന ഏറ്റവും ഉന്നതമായ അനുഭവമുണ്ട്.
അള്ളാഹുവിനെ കാണുക, നിന്റെ റബ്ബിനെ, നിന്നെ പടച്ച നിനക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകിയ, നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്റെ റബ്ബിനെ കാണാൻ വേണ്ടിയായിരിക്കണം നിന്റെ ജീവിതം. അള്ളാഹു സ്വർഗവാസികളോട്, എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവരോട് ചോദിക്കും, ഇനി എന്താണ് ഞാൻ നിങ്ങൾക്ക് അധികമായി നൽകേണ്ടത്? അവർ പറയും, അലം തുബയ്യിദു വജൂഹന വതുനജ്ജിന മിനൻ നാർ. റബ്ബേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ചു തന്നില്ലേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹു അവന്റെ മറ നീക്കുകയാണ്. ആ സ്വർഗവാസികളതാ റബ്ബിന്റെ മനോഹരമായ ആ റബ്ബിനെ, ഏറ്റവും ഭംഗിയുള്ള റബ്ബിനെ അവർ കാണുകയാണ്, റബ്ബിന്റെ മുഖം കാണുകയാണ്. അതൊരു പടപ്പിന്റെയും മുഖം പോലെയല്ല, നമ്മുടെ മനസ്സിൽ വരുന്ന മുഖങ്ങളൊന്നുമല്ല, അള്ളാഹുവിനെ യോജിച്ച മുഖമാണ്. ആ വജ്ഹ് മുഅ്മിനുകൾ കാണുകയാണ്. അത് കണ്ടാൽ ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദറി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനോളം അവർക്ക് പ്രിയമുള്ള മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇതാ അറ്റമില്ലാത്ത എന്നെന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളിൽ ജീവിക്കുന്ന സ്വർഗത്തിൽ കഴിയുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ നോക്കിക്കാണുക എന്നതിനേക്കാൾ സുഖമുള്ള മറ്റൊന്നുമില്ല എന്ന്. ഓ സഹോദര, ആ റബ്ബിനെ നിനക്ക് കാണണ്ടേ? ആ റബ്ബ് മറയിടുന്ന, അവൻ കോപിക്കുന്ന, അവൻ ശപിക്കുന്ന, അവൻ നരകത്തിലേക്ക് മുഖം കുത്തിയ നിലയിൽ വലിച്ചെറിയുന്ന പാപികളിൽ അകപ്പെടാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക സഹോദരങ്ങളെ. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, നാം ആളുകൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി സംസാരിക്കുക, അവന് വേണ്ടി പ്രവർത്തിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദീനിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന മതനിഷേധത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, അതുപോലുള്ള പിഴച്ച ചിന്താഗതികളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പല ഇരുട്ടിന്റെ ശക്തികളും പിശാചിന്റെ മിത്രങ്ങളും നാട്ടിലുണ്ട്, സോഷ്യൽ മീഡിയകളിലുണ്ട്. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇസ്ലാം ഹഖാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഈ ഹക്ക് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തുള്ളത് ദലാലത്തല്ലാതെ, വഴികേടല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഇതുപോലുള്ള പിശാചുക്കൾ, ഇതുപോലുള്ള ആളുകൾ നിങ്ങൾക്ക് വല്ല സംശയവും മനസ്സിലിട്ട് തന്നിട്ടുണ്ടോ? തിരിച്ചറിയുക, ഇസ്ലാമിൽ അതിന്റെ മറുപടിയുണ്ട്, അള്ളാഹുവിന്റെ ദീനിൽ അതിന്റെ മറുപടിയുണ്ട്. അത് നീ പഠിക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ ആശയക്കുഴപ്പം മനസ്സിൽ നിന്ന് നീക്കിത്തരാൻ. എന്നിട്ട് നീ വിവരമുള്ള, വിജ്ഞാനമുള്ള ആളുകളോട് ചെന്ന് ചോദിക്കുക. നിന്നെ പോലെ വിവരമില്ലാത്തവരിലേക്ക് സംശയം പകർന്നു കൊടുക്കുകയല്ല, നീ പഠിക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നിനക്ക് ബോധ്യമാകും ഈ ദീൻ മാത്രമാണ് സത്യമെന്ന്. കാരണം ഈ ദീനിന്റെ ഏതെങ്കിലും വിഷയത്തിൽ ഒരു സംശയത്തിൽ കുടുങ്ങി നിരീശ്വരവാദത്തിലേക്ക് ചെന്നുപെടുന്നവൻ പെട്ടിട്ടുള്ളത് എവിടെയാണ്? അവന്റെ സംശയം അതുകൊണ്ട് തീർന്നോ? അവന്റെ ശങ്കകൾ അവസാനിച്ചോ? ഇല്ല, സംശയങ്ങളുടെ പടുകുടിയിലാണ് അവൻ പതിച്ചിട്ടുള്ളത്. ഒരു സൂക്ഷിക്കുക, 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക, നന്മകൾ പ്രവർത്തിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരങ്ങളും നമ്മൾ അതിനുവേണ്ടിയുള്ള ഈ ഒരു നേതൃത്വവുമെല്ലാം അവങ്കൽ പ്രയോജനപ്പെടുന്ന നന്മകളായി സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم كن لهم ظهيرا ومؤيدا وناصرا ومعينا يا رب العالمين. اللهم عليك بأعدائنا وأعداء الدين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم عافنا يا رب العالمين. اللهم عافنا وعاف جميع المسلمين. اللهم عافنا وعاف آباءنا وعاف أمهاتنا وعاف إخواننا وأخواتنا وذرياتنا وأبناءنا وبناتنا وجميع المسلمين يا رب العالمين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.